നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ടാണ്. പല വീഡിയോസും നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം അടിയിൽ കമൻറ്റായ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോസാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ പ്രധാനമായും നോക്കുന്നത് നമുക്കിപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുമോ അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എനിക്കുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. പല ആളുകൾക്കും അറിയില്ല എനിക്കിപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ, വീട്ടുകാർ 2018 പുതുക്കിയിരുന്നു, 17 എടുത്തിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ള അറിയില്ല. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ ലഭിക്കുമോ എന്നുള്ള കാര്യം എങ്ങനെ ഓൺലൈൻ ചെക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാമാണ്. ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന അറിയിപ്പുകൾ, സേവനങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ അപ്ഡേഷന് വരാം. അതുകൊണ്ട് തന്നെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. 2018 കാലങ്ങളിൽ പുതുക്കിയ ആളുകൾക്ക് ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നുണ്ട്. അത് പല ആളുകൾക്കും അറിയില്ല. അവർ ഒന്നുകിൽ PMJY വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്ന ഹോസ്പിറ്റലുകളിലെ കൗണ്ടറിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ കാർഡുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. അതിനവൾ അവരുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ റേഷൻ കാർഡ്, അന്നത്തെ കാർഡ് കയ്യിലുണ്ടെങ്കിൽ 2017-18 കാലഘട്ടങ്ങളിൽ പുതുക്കിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്, ATM കാർഡ് രൂപത്തിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ആ കാർഡുമായി ചെന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അവർക്കറിയാൻ സാധിക്കും. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ബെനിഫിഷ്യറി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കാർഡ് ലഭിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ, ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ആ കാർഡ് ലഭിക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ആ കാർഡ് സ്വന്തമായിട്ട് കാർഡ് എടുക്കുക. അതിനുശേഷം സ്വന്തം റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകൾക്കും ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് കാർഡ് എടുക്കാൻ സാധിക്കും. പല ആളുകൾക്കുമുള്ള സംശയമാണ് സ്വന്തമായി കാർഡ് ഇപ്പോൾ എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, സംശയമുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകൾക്കും കാർഡ് ലഭിക്കുന്നുണ്ട്. പല സുഹൃത്തുക്കൾക്കും അങ്ങനെ കാർഡില്ലാത്ത ആളുകൾ ഈ ഒരു അന്വേഷണത്തിലൂടെ അവർക്ക് കാർഡ് ലഭിച്ചതായിട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ആവശ്യമുള്ള ആളുകൾ ഈ ശ്രമം നടത്തി നോക്കുക. ചിലപ്പോൾ അവർക്ക് പുതിയ കാർഡുകൾ ലഭിക്കും. അതിലും പുതിയ കാർഡുകൾ എടുക്കാനുള്ള അവസരം ഇപ്പോൾ നിലവിലില്ല. ഇതുവരെ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് പുതിയ കാർഡ് എടുക്കാൻ ഇപ്പോൾ അവസരം നിലവിലില്ല. അവസരം വരുമ്പോൾ നമ്മുടെ ചാനൽ അറിയിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ